നമസ്കാരം, ആദ്ര മിസ് ആണ് കേട്ടോ. എടാ മിസ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു വീഡിയോ ആയിട്ടാണ്. എന്ത് വീഡിയോ? ജീവചരിത്രം. ഒരു ജീവചരിത്രം എങ്ങനെ നിങ്ങൾക്ക് എഴുതാം? നിങ്ങളോട് എക്സാമിന് ചോദിക്കുകയാണ് ജീവചരിത്രം എഴുതുക, എന്നിട്ട് ഇന്നാളെ പേരും തരും. എങ്ങനെയാ നിങ്ങൾ എഴുതുക? നമ്മൾ ഓരോ പാഠം പഠിക്കുമ്പോഴും അത് ആരുടേതാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട് അല്ലെ? കാരണം അദ്ദേഹത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ പഠിച്ച ഒരാളെ കുറിച്ചിട്ട് ജീവചരിത്രം എഴുതാന്നുള്ളത്. ജീവചരിത്ര കുറിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരുടെ ജീവിതം നമ്മൾ എഴുതുന്നതിനെയാണ് അല്ലെ? മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ എഴുതുന്നതിനെയാണ് ജീവചരിത്ര കുറിപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലൂടെ ജീവചരിത്ര കുറിപ്പ് എങ്ങനെയാണെന്ന് പഠിക്കാം. അപ്പം എല്ലാവരും വീഡിയോ കാണുക, തുടക്കം മുതൽ അവസാനം വരെ സെറ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് നല്ല പവർ ആയിട്ട് ഇരുന്ന് കാണുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലെ? ഓക്കെ, കുട്ടികളുടെ സദസ്സിന് മുൻപിൽ അവർക്ക് ഇഷ്ടപ്പെട്ടതും മനസ്സിലാവുന്നതും അവരിൽ ധാർമ്മിക ബോധം വളർത്തുന്നതുമായ നാടകങ്ങൾ അവതരിപ്പിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ജി ശങ്കരപ്പിള്ളയെ കുറിച്ചുള്ള ഈ വാക്യം വായിച്ചല്ലോ. പാഠപുസ്തകത്തിൽ നിന്നും മറ്റും അദ്ദേഹത്തെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കൂ. നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ. ആരെ കുറിച്ചിട്ടാണ്? യെസ്, നമ്മുടെ ജി ശങ്കരപ്പിള്ളയെ കുറിച്ചിട്ടാണ് ജീവചരിത്ര കുറിപ്പ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എഴുതാം അല്ലെ? മലയാള നാടകകൃത്തും സംവിധായകനും ആയിരുന്നു പ്രൊഫസർ ജി ശങ്കരപ്പിള്ള. പരീക്ഷണാത്മക നാടകത്തിന്റെ വക്താവും നാടകകളരി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനുമായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴിൽ 1930 ജൂൺ 22 ജനിച്ചു. കേരള സർവകലാശാലയിൽ നിന്ന് മലയാളം ഓണേഴ്സ് ബിരുദം നേടി. വിവിധ കോളേജുകളിൽ അധ്യാപകനായി ജോലി നോക്കിയ അദ്ദേഹം 1977 കോഴിക്കോട് സർവകലാശാലയിൽ സ്ഥാപിച്ച സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറായി. കുട്ടികളുടെ നാടകവേദിയായ രംഗപ്രഭാതത്തിന്റെ സ്ഥാപകരിൽ ഒരാളാണ് ജി ശങ്കരപ്പിള്ള. കുട്ടികളുടെ നാടകവേദിയുടെ വികസനത്തിനായി 11 നാടകങ്ങളാണ് അദ്ദേഹം രചിച്ചത്. 11 നാടകങ്ങൾ കേട്ടോ. ഇവ സമാഹരിച്ച പുസ്തകമാണ് പ്ലാവില തൊപ്പികൾ. കുട്ടികളിൽ മൂല്യബോധം ഉണർത്തുന്നതും അവരുടെ സമഗ്ര വികസനം സാധ്യമാക്കുന്നതുമാകണം കുട്ടികൾക്ക് വേണ്ടിയുള്ള നാടകങ്ങൾ എന്ന് അദ്ദേഹം കരുതിയിരുന്നു. സ്നേഹദൂതൻ, വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു, മുക്കുവനും ഭൂതവും, തിരുമ്പി വന്താൻ തമ്പി, പൂജാമുറി, ഭരതവാക്യം, പ്ലാവില തൊപ്പികൾ, ബന്ദി, മണൽത്തരികൾ, കറുത്ത ദൈവത്തെ തേടി, അണ്ടനും അടകോടനും, സബർമതി ദൂരെയാണ് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന നാടകങ്ങളാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സംഗീത നാടക അക്കാദമി അവാർഡ്, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പുരസ്കാരം, ഓൾ ഇന്ത്യ ക്രിട്ടിക്സ് അവാർഡ് തുടങ്ങിയവ ഒട്ടേറെ പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 1989 പുതുവത്സരത്തിൽ അദ്ദേഹം അന്തരിച്ചു. സെറ്റ്. അപ്പൊ നമ്മളോടൊരു ജീവചരിത്ര കുറിപ്പ് എഴുതാൻ പറയാണ് അല്ലെ? അപ്പൊ നിങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയാന്ന് വെച്ചാൽ വെച്ച് കാഴ്ച മക്കളെ. അതോടുകൂടി നിങ്ങൾക്ക് ജീവചരിത്ര കുറിപ്പ് ഫുൾ മാർക്ക് ആയിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ മക്കളെ, നല്ല കുട്ടികളായിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്ന് പഠിക്കാൻ, നമുക്ക് എക്സാമിന് നല്ല മാർക്ക് വാങ്ങണം അല്ലെ? അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ മിസ്സിന്റെ ക്ലാസ്സിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും മക്കളെ, ബൈ.